ഹലോ എവറി വൺ, വെൽക്കം ടു അവർ ചാനൽ ഡ്രൈവ് ആൻഡ് ഡിസ്കവർ. സോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് KTPO കൺവെൻഷൻ സെൻറ്റർ വൈറ്റ് ഫീൽഡ് ബാംഗ്ലൂരിലാണ്. ഇത് എല്ലാ വർഷവും നടക്കാറുള്ള ഒരു EV ഓട്ടോ എക്സ്പോയാണ്. ഞാൻ കഴിഞ്ഞ വർഷം വന്നിരുന്നു. ഈ വർഷം ഇത് നവംബർ എൻഡ് ആണ് നടന്നത്. പക്ഷെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അല്പം ലേറ്റായിട്ടാണ്. എങ്കിൽ പോലും ഇത് ഒരു നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു കാർ ഡിസ്പ്ലേസ് അല്ലെ ഓട്ടോ വെഹിക്കിൾസ് അല്ലെ EV വെഹിക്കിൾസിൻ്റെ ഒരു ഡിസ്പ്ലേ മാത്രമല്ല, അത് വളരെ കുറച്ചുണ്ടെങ്കിൽ പോലും ഇത് കൂടുതലായിട്ട് മാനുഫാക്ചറേഴ്സ്, അതായത് EV പാർട്സ് മാനുഫാക്ചറേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു എക്സ്പോ ആണ്. അപ്പോൾ ഇവിടെ പല ടൈപ്പിലുള്ള പല രീതിയിലുള്ള ഇത് മാനുഫാക്ചേഴ്സിൻ്റെ ന്യൂ പേറ്റൻസ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള പാർട്സുകൾ ഇവിടെ കിട്ടും. ഇത് എസ്പെഷ്യലി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം നമുക്കൊരു EV വെഹിക്കിൾ നമുക്ക് മാനുഫാക്ചർ ചെയ്യണമെങ്കിൽ നമുക്ക് ആ വെഹിക്കിളിന് വേണ്ട എല്ലാ തരത്തിലുള്ള പാർട്സുകളും ഇവിടുന്ന് നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഇവിടെ ഉള്ള പാർട്സിനുള്ള മാനുഫാക്ചേഴ്സിന് നമുക്ക് ഇവിടുന്ന് അവൈലബിൾ ആണ്. നമുക്ക് സെയിം പാർട്സ് ചെയ്യുന്ന പല ടൈപ്പ് മാനുഫാക്ചേഴ്സ് കാണും. അവരുടെ അടുത്ത് നിന്നൊക്കെ അവരുടെ ടെക്നോളജി നമുക്ക് മനസ്സിലാക്കാം. അവരിൽ നിന്ന് ആ പല ടെക്നോളജി യൂസ് ചെയ്യുന്ന പല പാർട്സുകളും നമുക്ക് ഇവിടുന്ന് പ്രൊക്യൂർ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം. അതുപോലെ തന്നെ ചാർജിങ് പോയിൻറ്റ്സ്, പല ടൈപ്പിലുള്ള ചാർജിങ് പോയിൻറ്റ്സ് സപ്ലൈ ചെയ്യുന്ന മാനുഫാക്ചേഴ്സ് ഉണ്ട് ഇവിടെ. അവരുടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്റ്റോൾസ്, അവരുടെ സ്കീംസ്, ഏത് രീതിയിലുള്ള സ്കീംസാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ പല സ്ഥലങ്ങളിൽ നമുക്ക് ലാൻഡ് ഉണ്ടെങ്കിൽ അവർ ബാക്കി ഇൻസ്റ്റാൾ ചെയ്യും. ചില കേസുകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം അതിൻ്റെ ഒരു പെർസെൻറ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു യൂസേജിനനുസരിച്ചുള്ള പെർസെൻറ്റേജാണ് നമ്മുടെ പ്രോഫിറ്റ് വരുന്നത്. അങ്ങനെ പല രീതിയിലുള്ള മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ സപ്ലയേഴ്സിനെ നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ ഇതെല്ലാ വർഷവും നടക്കാറുള്ളതാണ്. അതിൽ കൂടെ തന്നെ ഒരു 1-2 വെഹിക്കിൾസ് ഒരു പ്രോട്ടോടൈപ്പ് എന്നല്ല, അതൊരു ഓൾമോസ്റ്റ് റോഡ് വെഹിക്കിൾസ് ആണ്. അതിൻ്റെയും ഇതിൻ്റെ കാണിക്കുന്നുണ്ട്. ഞാനപ്പം അതിൻ്റെ ഒരു ഇൻസ്റ്റയിൽ ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്.
ഇത് പുതിയൊരു കോൺസെപ്റ്റാണ് ഇവർ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതായത് നമ്മൾ സോഫ്റ്റ്വെയറിലൊക്കെ പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് അല്ലെങ്കിൽ ആസ് എ സർവീസ് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ. അതുപോലെ തന്നെ ഇത് EVയുടെ ഒരു പ്ലാറ്റ്ഫോം ഇവർ നമുക്ക് സെയിൽ ചെയ്യുകയാണ്. ഇതിന് മേളിൽ നമുക്ക് ഏത് രീതിയിലുള്ള വെഹിക്കിൾസ് വേണമെങ്കിലും അല്ലെങ്കിൽ മോഡൽസ് വേണമെങ്കിലും മാനുഫാക്ചർ ചെയ്യാം. അപ്പോൾ ഇതൊരു പ്ലാറ്റ്ഫോം ആസ് എ സർവീസ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു 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 പ്ലാറ്റ്ഫോം എന്ന് വേണേൽ പറയാം ഇതിനെ. വളരെ വളരെ ബേസിക് മോഡലാണ്. ഇത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോട്ടേഴ്സാണ്. നമ്മൾ ബേസിക്കലി സ്കൂട്ടേഴ്സ്, ടു വീലേഴ്സിൽ യൂസ് ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് മോട്ടേഴ്സാണ് പല പവറിൽ ഒക്കെ ഉള്ളത്. ഇതിപ്പോൾ ഇവിടെ ഒരു ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ് ഒരു രീതിയിലുള്ളൊരു മോട്ടേഴ്സ്. ഇതുപോലെ നമുക്ക് പല രീതിയിലുള്ളത് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ഫൈനലി നമ്മളൊരു EV കാറിലേക്ക് വന്നിരിക്കുകയാണ്. ഇത് അവർ പറയുന്നത് ഇതൊരു പ്രൊഡക്ഷൻ മോഡൽ ആണെന്നാണ്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതെ, ഇതൊരു മിനി കൂപ്പർ ഇൻസ്പയർഡ് ഡിസൈനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം ഇതിൻ്റെ ലൈറ്റ്സും ഗ്രിൽസും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു മിനി കൂപ്പറിൻ്റെ രീതിയിലാണ്. എനിക്കൊന്ന് ഈവൻ ബാക്കിലത്തെ ടെയിൽ ഗേറ്റ്സ് പോലും ഒരു മിനി കൂപ്പറിൻ്റെ ടെയിൽ ഗേറ്റ്സാണ് ഇവർ യൂസ് ചെയ്തേക്കുന്നത്. ഇതൊരു 4 സീറ്ററാണ്. ഇതൊരു കർണാടക ബേസ്ഡ് കമ്പനിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവർ 2025 ഇത് പ്രൊഡക്ഷനിലേക്ക് കൊണ്ടുവരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്.